ശരിക്കും ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമുറി ഉണ്ടോ? ഇല്ല, ഞങ്ങൾ അവിടെ പഠിക്കണവരാണ്. SFI പറഞ്ഞാൽ ഇപ്പൊ ഒരു ട്രെൻഡ് ആവത്തുള്ളൂ. ഇലക്ഷന്റെ സമയത്ത് മാത്രമാണ് കോളേജിൽ കേസ് പൊട്ടിമുളകണത്. ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്താനോ ഒരു പരിപാടി നടത്താനോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിൽക്കാനോ കേസ് ഇതായിട്ടില്ല. ചില ആൾക്കാരെ കൊടുക്കാൻ വേണ്ടി മാത്രം അത് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ സംഭവമാണ്. അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം സംഭവം. കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയക്കെതിരെ പ്രതിഷേധ ജാഥയാണ് നമ്മുടെ പിന്നിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് എല്ലാം ഇവിടെ സന്നദ്ധരായിട്ടുണ്ട്. നമുക്ക് ബാക്കി കാഴ്ചകൾ എന്താന്നുള്ളത് കാണാം. കാരണം ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ കൂടി പറഞ്ഞ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിൽ നടത്തണേ SFI നടത്തണേ കോളേജ്. കോളേജിൽ SFI യൂണിയൻ നടത്തണേ. അങ്ങനെ ഒന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലാ കോളേജിലും ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്. അപ്പൊ അതിനൊക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ്. പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇത്. കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, അതിനെതിരെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം വേണം. അതിന് SFI മുൻകൈ എടുത്തിട്ടാണ് യൂണിവേഴ്സിറ്റി കോളേജ്. അതൊക്കെ ഇവിടെ പഠിക്കണ പിള്ളേർക്ക് അറിയാം. ഇവിടെ പഠിക്കണ പിള്ളേർ ഇവിടെ എന്നിട്ട് പിന്നെ എന്താ SFI ആണ് ഇവിടെ എല്ലാ വർഷവും ജയിക്കണത്. അല്ല, ഞാൻ അവിടെ ഹോസ്റ്റലിലുള്ള വ്യക്തിയാണ്. ഒരു ആപ്പിൾ എടുത്തതിനാണ് അവിടെ തല്ലാണ്. പക്ഷെ പുറത്ത് വന്നപ്പോ SFIന്റെ പേരിലായി. SFI ആയതുകൊണ്ടാണ്. ഞങ്ങളവിടെ പഠിക്കണവരല്ലേ? അല്ല, ഞങ്ങളവിടെ പഠിക്കണതല്ലേ. കേസുകാര് അവിടെ ഉള്ളവരെ എന്താണ് ജില്ലാ കമ്മിറ്റി കയറാൻ വേണ്ടി അങ്ങനെ പല ഇതുണ്ടാക്കണതാണ്. അത് ആദ്യം പാർട്ടിക്കാർ SFI ആണെന്ന് പറഞ്ഞപ്പോ നല്ലോണം ഇതുണ്ടായി. പിന്നെ കേസുകാരാണെന്ന് പറയുമ്പോ മാധ്യമങ്ങൾക്കായാലും ആർക്കായാലും ഒരു ഇതുമില്ല. ഇപ്പൊ വലിയ അവര് ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. കേസുകാരാണെന്ന് പറഞ്ഞപ്പോ അതിൽ നിന്ന് പിന്നോട്ട് പോക്കാണ് കാണുന്നത്. പക്ഷെ SFI അത് വെറും തെറ്റിദ്ധാരണയാണ്. ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിൽ ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുകയും ലഹരിക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. അത് തെറ്റിദ്ധാരണയാണ്. ശരിക്കും ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമുറി ഉണ്ടോ? ഇല്ല, ഞങ്ങൾ അവിടെ പഠിക്കണവരല്ലേ. അവിടെ SFIയുടെ യൂണിറ്റ് മുറി എന്ന് പറയുന്നത് ഇടിമുറിയാണെന്നൊരു വൻ ആരോപണം ഉണ്ടായല്ലോ. അവിടെ പാവപ്പെട്ട അമ്മമാരും എല്ലാം ഭക്ഷണം കഴിക്കാത്തവരൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഞങ്ങളൊക്കെ പൈസ പിരിച്ചു കൊടുത്ത് അവർക്ക് കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ ഇടിമുറി എന്ന് പറയുന്ന സംഭവം ഇല്ല. അവിടെ യൂണിറ്റ് റൂം ഉണ്ട്. പക്ഷെ അവിടെ ആരായിട്ട് ഇതുവരെ പിടിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ ഒരു അംഗവൈകല്യമുള്ള ഒരാളെ അത് ചില ആൾക്കാരെ കൊടുക്കാൻ വേണ്ടി മാത്രം അത് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ സംഭവമാണ്. അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം സംഭവം. പിന്നെ അതിനുശേഷം ഹോസ്റ്റലിൽ വെച്ച് ഇടിച്ചു എന്ന് പറഞ്ഞത്. അതൊക്കെ ഒരു ആപ്പിൾ എടുത്തതിനാണ് ഇടിച്ചത്. ആപ്പിൾ എടുത്തതിന് അവൻ ഇങ്ങോട്ട് വന്ന് ഇടിച്ചത്. ഞാൻ കണ്ടിരിക്കണം. പക്ഷെ പുറത്തുനിന്ന് മീഡിയസിന് പോയി പറഞ്ഞപ്പോ SFIക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് തല്ലിയ. SFIക്കെതിരെ പറഞ്ഞാൽ ഇപ്പൊ ഒരു ട്രെൻഡ് ആവത്തുള്ളൂ. അതായത് വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പോലും പാർട്ടിവൽക്കരിക്കുകയാണെന്നുള്ള ഉറപ്പാണ്. SFI എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതുണ്ടാവത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ SFI കൊടുത്തത്. ഇപ്പൊ ഇങ്ങനൊരു ഇവിടെ ഇലക്ഷന്റെ സമയത്ത് മാത്രമാണ് കോളേജിൽ കേസ് പൊട്ടിമുളകണത്. ഇങ്ങനൊരു ക്യാമ്പയിൻ നടത്താനോ ഒരു പരിപാടി നടത്താനോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിൽക്കാനോ കേസ് ഇതായിട്ടില്ല. ഇപ്പോൾ SFI ആണ് അതിന് മുൻകൈ എടുത്തത്. എങ്കിലേ വല്ല കാര്യമുള്ളൂ. ഭരണകൂടത്തിൽ നിന്നാണ് കൂടുതൽ മദ്യം ഉണ്ടാവുന്നത്. മദ്യം അവന്മാരെ നിരോധിച്ചാൽ അത്രയും നന്നാവും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഭരണകൂടം ഇപ്പോഴത്തെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു പാർട്ടി മാത്രം നോക്കിയല്ലോ പറയുന്നത്. എല്ലാ പാർട്ടികളും അത് തന്നെ. അല്ല, ഭരണകൂടത്തിനെതിരല്ല. ഭരണ ഏതിപ്പോ ആയാലും ആ ഭരണകൂടം നന്നായ രാജ്യം നന്നാവും. അത്ര. ഹലോ ഇവിടെ ലഹരിയുടെ ഉപയോഗം വളരെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പൊ ഒത്തിരി റിപ്പോർട്ട്സ് അതിനെതിരെ വരുന്നുണ്ട്. സോ അപ്പൊ അതിനെതിരെ വിദ്യാർത്ഥികളിൽ നിന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്ത്. സംഘടനയല്ലേ? അതെ. അപ്പൊ നമ്മുടെ ഒരാൾ പറഞ്ഞല്ലോ ഭരണകൂടത്തിനെതിരെയാണ് സമരം നടത്തുന്നത്, മദ്യം അവസാനിപ്പിക്കണം എന്നൊക്കെ. ഇപ്പൊ എന്താ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? പിണറായിക്കെതിരെയാണോ നമ്മൾ സമരം? അല്ലല്ലോ, ഒരിക്കലും അങ്ങനെയല്ല. ഇത് വിദ്യാർത്ഥികൾക്ക് ഈ ലഹരി ഉപയോഗം കുറയ്ക്കണം. കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുഴുവൻ ലഹരിയിൽ മുങ്ങി കുളിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ള ഒരു അതിയായ ആരോപണം ഉണ്ടാകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസവും നേരെ പുലരുന്നത് പോലും ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ട് അക്രമം നടത്തുന്ന
ഒരു തലമുറയെ കണ്ടുകൊണ്ടാണ്. ഇന്നത്തെ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് SFIക്കാരാണെന്നൊരു ശക്തമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് KSU പ്രസ്ഥാനവും കോൺഗ്രസുകാരും ഒക്കെ. അതിൽ ഏറ്റവും കൂടുതൽ ആരോപണം തിരുവനന്തപുരം ജില്ലയിൽ നേരിടുന്ന സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI പ്രവർത്തകർ നയിച്ച ഒരു ജാഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. ലഹരിക്കെതിരെ ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടിയിട്ട് അവർ നടത്തിയ ഈ ജാഥയിൽ പങ്കെടുത്ത തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ തന്നെ പ്രമുഖരായ നേതാക്കന്മാർ, SFIയുടെ നേതാക്കന്മാരാണ് നമ്മളോട് സംസാരിച്ചത്. ക്യാമറാമാൻ അഖിൽ ദേവിനോടൊപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും രേവതി ഉദയൻ.